ഇണകളാണ്, പരസ്പരം ഇണങ്ങി ജീവിക്കുന്നവരാണ്. ഇണക്കത്തോടൊപ്പം ഒരുപക്ഷെ പിണക്കങ്ങളും ഉണ്ടായേക്കാം. അവിടെയും കാണിക്കുകയാണ് ദീന് വലിയ മാതൃക. പിണക്കങ്ങൾക്കൊടുവിൽ നിങ്ങളിൽ ആരാണോ ആദ്യം ഇണങ്ങുന്നത് അയാളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. നമ്മളെ ഫ്രണ്ട്സിന്റെ ഇടയിലില്ലേ അഭിപ്രായ വ്യത്യാസം? രണ്ട് മനുഷ്യരാണ്, രണ്ട് ഐഡിയോളജീസ് ഉള്ള ആളുകളാണ്, രണ്ട് ചിന്തകളുള്ള മനുഷ്യരാണ്. ഒരുപക്ഷെ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായേക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. അത് പിണക്കത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആരാണോ ആദ്യം ഇണങ്ങുന്നത് അയാളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറയുമ്പോൾ അവിടെ തോറ്റുകൊടുക്കാനുള്ള ബുദ്ധിയാണ് ഉണ്ടാവേണ്ടത്. ഇന്ന് ആർക്കും ഇല്ലാത്തത് അല്ലേ? ക്ഷമയാണ്, തോറ്റുകൊടുക്കാനുള്ള ബുദ്ധിയാണ് ആർക്കൊന്നും ഇല്ലാത്തത്. ഞാൻ തോൽക്കൂല, ആദ്യം മൂപ്പര് മിണ്ടട്ടെ, ആദ്യം ഓള് മിണ്ടട്ടെ. ഈ വാശിയിൽ നിൽക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇന്ന് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് വാങ്ങുന്നത് ന്യൂലി മാരേജ് കഴിഞ്ഞ ആളുകളാ. കല്യാണം കഴിഞ്ഞ് കുറച്ച് സമയമായിട്ടുണ്ടാവുള്ളൂ, 1-2 വർഷത്തിനിടയിൽ തന്നെ ഡിവോഴ്സ് ആവാണ്. കാരണം എന്താ? ക്ഷമയില്ല, തോറ്റുകൊടുക്കാനുള്ള മനസ്സില്ല. ഞാൻ തോൽക്കൂല, ഞാൻ ജയിച്ചേ നിൽക്കുകയുള്ളൂ എന്ന ബുദ്ധി. മനുഷ്യരാണ് പരസ്പര ധാരണയോടുകൂടി, പരസ്പര മനസ്സിലാക്കലോടുകൂടി. ഒരു ബസ്സിൽ കയറിയ പോലും വേണ്ടേ ആ മനസ്സിലാക്കല്? എല്ലായിടത്തും ഉണ്ട് നിയമനിർദ്ദേശങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസും. ഒരു ബസ്സിൽ കയറിയ ആ നിയമം നമ്മൾ പാലിക്കണം. അവിടെ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. 2 പേര് ഇരിക്കുന്ന സീറ്റിൽ ചിലപ്പോൾ 2 പേരൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ 3-മതൊരാൾക്ക് കൂടെ അവിടെ ഇരിക്കാം. നമ്മളൊന്ന് നീങ്ങി കൊടുക്കേണ്ടി വരും. ബ്രേക്ക് പിടിക്കുമ്പോൾ മുറുക്കി പിടിച്ചിരിക്കേണ്ടി വരും. മൈ ലൈഫ് മൈ ചോയ്സ് എന്ന് പറഞ്ഞ് ബസ്സിലോട്ട് നിന്നാൽ എങ്ങനെ ഉണ്ടാവും? ഒന്നെങ്കിൽ ഡ്രൈവറെ മടിയുണ്ടാവും, അല്ലെങ്കിൽ ബാക്കത്തെ സീറ്റിലുണ്ടാവും ഇല്ലേ? അപ്പൊ ഒരു ബസ്സിലാണെങ്കിലും റൂൾസ് ഉണ്ട്, നിയമങ്ങളുണ്ട്. ഒരു ഓഫീസിൽ പോയാൽ ദർ ഇസ് റൂൾസ്. ക്യൂ നിൽക്കണം. എത്ര വലിയ ഡോക്ടറായിട്ടും എഞ്ചിനീയർ ആയിട്ടും കാര്യമില്ല, മുമ്പ് പോയാൽ കോളർ പിടിച്ച് ബാക്കിക്കട് വരുത്തും. എവിടേക്ക് വെച്ച് പോണി, ഞങ്ങളൊക്കെ മണിക്കൂറായി ഇവിടെ നിൽക്കണമെന്ന് നോക്കും. അവിടെ റൂൾസ് ഉണ്ട്. സ്കൂളിലുണ്ട് 10 മണിക്ക് ബെല്ലടിക്കുന്ന പറഞ്ഞാൽ നമ്മൾ 10:30 കയറി ചെന്നാൽ ഫസ്റ്റ് അവർ അറ്റൻഡൻസ് ഉണ്ടാവില്ല. 4 മണിക്ക് കഴിയുന്ന സ്കൂളിൽ നിന്ന് ആരും 3:30 ഇറങ്ങി പോരൂല. ലാസ്റ്റ് അവർ അറ്റൻഡൻസ് കിട്ടൂല. അവിടെയൊക്കെ നമ്മൾ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ പാലിക്കുകയും ചെയ്യും, ഒരു പ്രശ്നവും ഇല്ലാതെ. ഇതുപോലെ